ഓം നമഃശിവായ. എല്ലാവർക്കും ജ്യോതിഷ നിലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പറയുന്നത് മനുഷ്യഗണത്തിൽ ജനിച്ചാലുള്ള പ്രത്യേകതകളെ പറ്റിയാണ്. 27 നക്ഷത്രങ്ങളെ ദേവ, മനുഷ്യ, രാക്ഷസ ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ വിഭാഗത്തിലും 9 നക്ഷത്രങ്ങൾ. വ്യക്തികളുടെ സ്വഭാവത്തിന്റെ മർമ്മം മനസ്സിലാക്കാൻ ആ വിഭജനം കുറച്ചൊക്കെ ഉദയ്ക്കുന്നതാണ്. ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് മനുഷ്യഗണം. ദേവഗണം, അസുരഗണം ഇവയ്ക്കു മധ്യയാണ് മനുഷ്യഗണക്കാരുടെ നിലയും നിലപാടുകളും. അവർ വലിയ സ്വപ്നജീവികളല്ല, ഒരുപാട് ആദർശം പ്രസംഗിക്കുന്നവരല്ല. ജീവിതം എന്താണെന്ന് തിരിച്ചറിയുന്ന, കണ്ണീരും കിനാവും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ്. ജീവിതത്തിന് പുറം തിരിഞ്ഞു നിൽക്കാനോ അതിന്റെ മുകളിൽ കൂടി പറക്കാനോ തുനിയുന്നവരല്ല. ജീവിതത്തെ ജീവിതമായി കണ്ട് ആസ്വദിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ് മനുഷ്യഗണത്തിലെ മനുഷ്യർ. വലിയ അഭിമാനികളായിരിക്കും മനുഷ്യഗണത്തിൽ ജനിക്കുന്ന സ്ത്രീ പുരുഷന്മാർ. ഇവരുടെ ഏറ്റവും വലിയ സ്വത്ത് തന്നെ അഭിമാനമായിരിക്കും. വിയർപ്പിന്റെ വിലയറിയുന്നവരാണ് എന്നും മനുഷ്യഗണത്തിലെ മനുഷ്യർ. ജീവിത സമരത്തിലെ വില്ലാളികളും പോരാളികളുമാണിവർ. അതിനാൽ പ്രതിസന്ധികളെ നേരിടാനുള്ള സജ്ജതയും സന്നദ്ധയും ഇവർക്ക് സ്വയം വന്നു ചേർന്നിട്ടുണ്ടാകും. മനുഷ്യഗണത്തിൽ ജനിക്കുന്നവർക്ക് ഭൂമിയോളം ക്ഷമിക്കുവാനും അറിയാം, വാശിയോടെ പോരാടാനും അറിയാം. ശരിക്കും പച്ച മനുഷ്യരാണ് ഇവർ. നന്മകൾ ചെയ്ത് വാഴ്ത്തപ്പെടുന്നവരായി ഇവരെ കാണാറുണ്ട്. തിന്മകൾ ചെയ്ത് ഇരുട്ടിലൂടെ നീങ്ങുന്നവരുമായി ഇവരെ കാണാറുണ്ട്. എന്തും പരമാവധി സഹിച്ചും ക്ഷമിച്ചും നോക്കി ശരിയാവാതെ വന്നാൽ തനി സ്വഭാവം പുറത്തെടുക്കുക തന്നെ ചെയ്യും. സാഹചര്യത്തിനനുസരിച്ച് യുക്തിപൂർവം പെരുമാറുവാനും അവസരയോജിതമായി പെരുമാറുവാനും ഈ ഗണക്കാർക്കറിയാം. പരാജയം ഇഷ്ടപ്പെടാത്തവരാണ്. ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കുവാൻ അതികഠിനമായി പരിശ്രമിക്കാൻ ഇവർക്ക് മടിയുണ്ടാവില്ല. ഇവർ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ സ്വന്തം പരിശ്രമത്തിലൂടെ നിരവധി യാതനകൾ സഹിച്ചിട്ടാണ്. ജീവിതം ഒരു അശ്വമേധമാണെങ്കിലും തന്ത്രപരമായി കരുക്കൾ നീക്കി ആ അശ്വമേധം വിജയിപ്പിക്കുന്നവരാണ് മനുഷ്യഗണത്തിൽ പിറന്നവർ. പലരും പലവിധ സാമ്പത്തികമായ പ്രയാസങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് മനുഷ്യക്കടത്തിൽ ഉൾപ്പെടുന്നവർ. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരായാലും ലഭിക്കുന്ന പണത്തിൽ ഒരല്പം പണമെങ്കിലും സമ്പാദ്യത്തിനായി മാറ്റിവെക്കാൻ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരിക്കും. മനുഷ്യഗണത്തിൽ ജനിക്കുന്നവർ പേര് സൂചിപ്പിക്കുന്നത് പോലെ മാനുഷിക മൂല്യ മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കും. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിപ്പിക്കുവാനും കഴിവുള്ളവരായിരിക്കും. സ്വന്തം പരിശ്രമത്തിൽ കൂടിയും ബുദ്ധിദൈവത്തോടു കൂടിയും മാത്രമേ ഇവർക്ക് ജീവിത പുരോഗതി ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരോട് അത്യാവശ്യം വിട്ടുവീഴ്ചകളോട് തയ്യാറാകുന്ന ഇവർ ഒരാൾ തന്നോട് ഏത് രീതിയിൽ പെരുമാറുന്നുവോ അതേ രീതിയിലായിരിക്കും തിരിച്ചു പെരുമാറുക. തനിക്ക് ഒരു വെല്ലുവിളി ഉണ്ടാകുന്ന സമയങ്ങളിൽ നയപരമായി കാര്യങ്ങളെ അവതരിപ്പിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും ഇവർ ശ്രമിക്കും. തനിക്ക് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി എന്തും ചെയ്യുന്നവരാണ് മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്ര ജാതകർ. നിലനിൽപ്പാണ് ഇവരെ സംബന്ധിച്ച് മുഖ്യം. തന്റെയും തന്റെ കുടുംബത്തിന്റെയും കാര്യം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഗണത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മുൻപിട്ട് നിൽക്കുക. ജീവിതത്തിൽ ഉയർച്ചയിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹമുള്ളവരാണ് മനുഷ്യഗണത്തിൽ പിറന്നവർ. പക്ഷേ തന്റെ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി ഇവർ ആരെയും പറ്റിക്കാനോ ചതിക്കുവാനോ പോകാറില്ല. എന്നാൽ തനിക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് ആരെയും സഹായിക്കുവാനും പോകാറില്ല. പക്ഷേ തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അത് നിറവേറ്റി കൊടുക്കുന്നവരായിരിക്കും ഇവർ. ദുഃഖങ്ങളെ മറക്കാൻ കുറച്ചധികം സമയം എടുക്കുന്നവരാണ് ഇവർ. താൻ അനുഭവിച്ച വേദനകളും ഇവർക്ക് പെട്ടെന്ന് മറക്കുവാൻ സാധിക്കില്ല. അതാണ് സത്യം. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് മനുഷ്യഗണത്തിൽ പിറന്നവർ. മനസ്സിലൂടെ 100 കൂട്ടം ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നത് ഈ ഗണക്കാരുടെ പ്രത്യേകതയാണ്. തനിക്ക് പറ്റാത്ത ബന്ധങ്ങൾ മടി കൂടാതെ അറുത്തുമുറിച്ച് കളയുവാൻ ഇവർ മടിക്കാറില്ല. തനിക്ക് അർഹമായ വില കിട്ടുന്നില്ല എങ്കിൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാത്തവരാണിവർ.
ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുന്നത് വരെ ഒരു സമാധാനവും കിട്ടാത്തവരാണിവർ. അത്തരം അവസരങ്ങളിലൊക്കെ ഒരു തരം വെപ്രാളം ഇവർക്ക് വന്നു ചേരുന്നതായി കാണാറുണ്ട്. അത്ര വിശാല മനസ്സുള്ളവരായിരിക്കില്ല മനുഷ്യഗണത്തിൽ പിറന്നവർ. തനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കി ആരെയും സഹായിക്കുവാൻ ഇവർ നിൽക്കാറില്ല. തന്റെ കുടുംബത്തെ എപ്പോഴും സേഫായി കൊണ്ട് നടക്കുന്നവരായിരിക്കും ഇവർ. പക്ഷേ സമൂഹത്തിൽ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ തനിക്ക് പറ്റാവുന്ന സഹായം ഇവർ ചെയ്യുന്നവരാണ്. ദേഷ്യം വന്നാൽ കണ്ണു കാണാത്തവരാണ് ഇവർ. അത്തരം അവസരങ്ങളിലൊക്കെ എന്തു ചെയ്യുമെന്ന് ഇവർക്ക് തന്നെ അറിയാൻ സാധിക്കില്ല. പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും പറയാൻ മടിക്കാത്തവരാണിവർ. താനേറെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ആഗ്രഹം ഏതു വിധേനയും സാധിപ്പിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുന്നവരായിരിക്കും മനുഷ്യഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർ. തനിക്ക് എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും അതൊന്നും ആരെയും അറിയിക്കാതെ ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകുന്നവരായിരിക്കും ഈ ഗണത്തിൽ ഉൾപ്പെടുന്നവർ. ഭരണി, പൂരം, പൂരാടം, ഉത്രം, ഉത്രാടം, തിരുവാതിര, ഉത്രട്ടാതി എന്നീ നക്ഷത്ര ജാതകർക്ക് 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൽ പലതരം പ്രതിസന്ധികളെയും അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. രോഹിണി, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യൗവനകാലത്തും 45 വയസ്സിന് ശേഷം കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. ഇതാണ് മനുഷ്യഗണത്തിൽ പിറന്നവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ. ഈശ്വരവിശ്വാസത്തോടെ മുന്നേറി പ്രവർത്തിച്ചാൽ ഇവർക്ക് ജീവിത വിജയം കൈവരിക തന്നെ ചെയ്യും. ഈ വീഡിയോ ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നന്ദി, നമസ്കാരം.